സൈബർ പോരാളികളെ എക്കാലവും CPIM പോറ്റി വളർത്തിയിരുന്നതാണ്. അതിന് തെളിവായിരുന്നു MV ജയരാജന്റെ തന്നെ ക്യാപ്സൂൾ ശബ്ദരേഖ. ഓർമ്മയില്ലേ? PSC നിയമനവുമായി ബന്ധപ്പെട്ട് സമരം ആളിക്കത്തിയ സമയം. തിരുവനന്തപുരത്ത് അനു എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത ദിവസമാണ് ജയരാജന്റെ നിർദ്ദേശം ക്യാപ്സൂൾ പുറത്തു വന്നത്. പാർട്ടിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെ സൈബർ ഇടങ്ങളിൽ കൂട്ടമായി ചേർക്കാനുള്ള ആഹ്വാനമായിരുന്നു അത്. ഇടേണ്ട കമന്റുകൾ ക്യാപ്സൂൾ രൂപത്തിൽ പാർട്ടി തയ്യാറാക്കി നൽകുമെന്നും ഒരു ലോക്കൽ കമ്മിറ്റി 300 മുതൽ 400 വരെ കമന്റുകൾ ഇടണമെന്നും MV ജയരാജൻ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞു. നമ്മളും ആസൂത്രിതമായ രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കണം. അതിലെന്തെല്ലാമാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് ചെറിയ ചെറിയ ക്യാപ്സൂൾ ടൈപ്പായി അയച്ചു തരുന്നുണ്ട്. അത് ഒരു ലോക്കലിൽ ചുരുങ്ങിയതൊരു 300 400 പ്രതികരണങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കണം. ഒരാൾ തന്നെ 10 15 കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. കൂടുതൽ പേർ കമന്റ് ചെയ്യുക എന്നിടയ്ക്ക് എത്തണം. എന്തായിരുന്നു ആ ക്യാപ്സൂൾ സംഭവം എന്ന് പറയാൻ ദീപക് മലയമ്മ നമുക്കൊപ്പം തയ്യാറാണ്. ഗുഡ് ഈവനിങ് ദീപക് മലയമ്മ. ക്യാപ്സൂൾ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാനും പറയാറുണ്ട് ക്യാപ്സൂൾ എന്നൊക്കെ. പക്ഷേ ആ ക്യാപ്സൂളിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ശബ്ദം അത് ഇന്ന് ഈ പറയുന്ന സൈബർ പോരാളികളെ, പോരാളി ഷാജിയെ അടക്കം കടക്കുപുറത്തെന്ന് പറഞ്ഞ MV ജയരാജന്റേതായി നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് പഴയതല്ലല്ലോ. എന്തായിരുന്നു അന്ന് അദ്ദേഹം ഇങ്ങനെ പറയാനിടയായ സാഹചര്യം? വെരി ഗുഡ് ഈവനിങ് സുജയ. ഈ 2020 ഈ സംഭവം നടക്കുന്നതാണ് ഞാൻ ഓർക്കുന്നത്. അതായത് PSC ഉദ്യോഗാർത്ഥികളുടെ സമരം നടക്കുന്നു. അവിടെ ഒരു ഉദ്യോഗാർത്ഥിയുടെ ആത്മഹത്യ സംഭവിക്കുന്നു. പിന്നാലെ വലിയ തരത്തിൽ രോഷാകുലരായുള്ള പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്ന് സർക്കാരിനെതിരെ ഒപ്പം തന്നെ പാർട്ടിക്കെതിരെ ഉണ്ടാകുന്നു. ആ ഘട്ടത്തിലാണ് പാർട്ടിയുടെ താഴെ തലങ്ങളിലേക്ക്, അതായത് കീഴ്ഘടകങ്ങൾക്ക് ഇത്തരത്തിലൊരു പ്രതിരോധം തീർക്കണം, അതിനാവശ്യമായ ഒരു ക്യാപ്സ്യൂൾ ലഭ്യമാകും എന്നുള്ളത് കാണിച്ചുകൊണ്ട് MV ജയരാജൻ ഒരു ഓഡിയോ സന്ദേശം ഏതാണ്ട് 13 മിനിറ്റോളം എന്നുള്ളതാണ് പിന്നീട് വാർത്താ സമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞത്. അങ്ങനെ ഒരു ഓഡിയോ സന്ദേശം ഗ്രൂപ്പുകളിലേക്ക് പങ്കുവെക്കുന്നത്. പക്ഷേ അത് അധികം വൈകാതെ തന്നെ ആ ഒരു ശബ്ദ സന്ദേശത്തിന്റെ ഏറ്റവും അവസാന ഭാഗം അത് ചോർന്ന് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ക്യാപ്സ്യൂൾ പ്രയോഗം വളരെ വൈറലായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു വസ്തുത. ഇതിൽ ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ പരാജയം നുകർന്നതിന് പിന്നാലെയാണ് MV ജയരാജന് ഇത്തരത്തിലൊരു ബോധോദയം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അന്ന് ഏതൊക്കെ തരത്തിൽ പ്രതിരോധം തീർക്കണമോ അതിന് നവമാധ്യമ കൂട്ടായ്മയെ എങ്ങനെ ചേർത്ത് പിടിക്കണമോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചു എങ്കിൽ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർപ്പിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അന്ന് അത്രത്തോളം ആവേശത്തോടു കൂടി സൈബർ മേഖലയിലേക്ക് സൈബർ വിങ്ങിനെ രൂപപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകിയ ആൾക്ക് തന്നെ അത് തിരിച്ചു പറയേണ്ടി വന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ സ്വർണ്ണക്കടത്ത് കേസൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ഞാൻ കണ്ണൂരിൽ ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് MV ജയരാജന്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇത് ശരിയായ നിലപാടാണോ? ഈ നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ തലയിൽ ഒരു ചുവന്ന റിബൺ കെട്ടി സ്വന്തമായ നിലപാട് പറയുന്ന ആളുകൾ ആ നിലപാട് പിന്നീട് പാർട്ടിക്ക് അവരുടെ നിലപാടായി സ്വീകരിക്കേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടാക്കുന്ന അവസ്ഥയുണ്ടായപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ MV ജയരാജന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊന്നും തന്നെ പക്ഷേ അങ്ങനെയുള്ള കൂട്ടത്തെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഒരു ഘട്ടത്തിൽ നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ P ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് വ്യക്തിപൂജ എന്ന അർത്ഥത്തിലേക്ക് വരെ വിമർശനങ്ങൾ വരികയും PJ ആർമിയെ പിന്നീട് റെഡ് ആർമി ആക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്നൊക്കെയും പൂർണ്ണമായും പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള കാഴ്ചപ്പാടുകൾ അത് പല വ്യക്തികളാണെങ്കിൽ പോലും അത് പറയുന്ന തരത്തിലേക്ക് അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്ന തരത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ആ ക്യാപ്സ്യൂളുകൾ കൃത്യമായി അതാത് സമയങ്ങളിൽ വേണ്ട ഇടങ്ങളിൽ കൃത്യമായി പോസ്റ്റ് ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന തരത്തിലേക്ക് മാറി എന്നുള്ളതാണ്. സ്വയമേവ പാർട്ടിയായി മാറുന്ന അഡ്മിന്മാർ രൂപപ്പെടുകയും അവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പടച്ചുവിടുകയും ചെയ്തു. അത് പക്ഷേ ഈ പൊതുജന മധ്യത്തിലേക്ക് എത്തുമ്പോൾ ആളുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഒരു സ്വഭാവത്തിൽ മാറ്റം വന്നു. അത് തന്നെയാണ് ഇപ്പോഴുള്ള തിരിച്ചടികൾക്ക് കാരണമായിരിക്കുന്നത് എന്നുള്ളത് പരസ്യമായി ഒരു പൊതുയോഗത്തിൽ വെച്ച് MV ജയരാജന് പറയേണ്ടി വന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പോരാളി ഷാജിയെയും ചെങ്കതിരൊപ്പം തന്നെ ചെങ്കോട്ട തുടങ്ങി വിവിധ തരത്തിലുള്ള പേരുകൾ അദ്ദേഹത്തിന് എടുത്തു പറയേണ്ടി വന്നത് എന്നുള്ളതാണ്. ആ ക്യാപ്സ്യൂൾ അധികം കഴിച്ചാലും അത് ചിലപ്പോൾ ദോഷകരമായി ബാധിക്കും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഇന്ന് MV ജയരാജൻ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ദീപക് മലയമ്മ. ക്യാപ്സൂളുകളൊന്നും പഴയതുപോലെ അങ്ങോട്ട് വർക്കൗട്ട് ആകുന്നില്ല. എന്തിനാണോ ഉപയോഗിക്കേണ്ടത് അതിന് ഉപയോഗപ്പെടുന്നില്ല. പകരം അത് മറുമരുന്നായി മാറുന്നു എന്നുള്ളത് പാർട്ടി തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് ക്യാപ്സൂൾ ഫാക്ടറികൾക്ക് തൽക്കാലം പേരൊക്കെ എടുത്തു പറഞ്ഞ് പാർട്ടി തന്നെ ഒരു പൂട്ടിടാനായിട്ട് ഒരുങ്ങുന്നത്. അതിനിടയിൽ നവാസ് ചോദിക്കുന്നുണ്ട്, സൈബറിടെ നിർത്തേണ്ടി വരുമോ? നമ്മൾ തിരിച്ചു വരും കേട്ടോ ഈ പാർട്ടി, ഒരു ബേജാറും വേണ്ട. തിരിച്ചു വരിക എന്നല്ല, ഈ പാർട്ടി ഇവിടെ തന്നെ ഉണ്ടാകണം.